ഇന്ന് സൂപ്പർ ഹെൽത്തി ആയിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പാൽപ്പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ക്യാരറ്റും സാബൂനരിയാണ് ഇതിൽ മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാൽപ്പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. 1/2 ലിറ്റർ പാലിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരട്ടെ. 1 മണിക്കൂർ നമ്മുടെ സാബൂനരി ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നല്ലപോലെ കഴുകിയതിന് ശേഷം നമ്മൾ കുതിർത്തി വെക്കുക കേട്ടോ. പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുതിർത്തി വെക്കാൻ ശ്രമിക്കണം. പിന്നെ ഇതാ ഒരു 5 ക്യാരറ്റ് ഞാൻ എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ചെറുതായിട്ട്, ഒരുപാട് കട്ടിയില്ലാതെ ചെറുതായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഒക്കെ റെഡിയാക്കി വെക്കുക. പാലൊന്ന് ഏകദേശം തിള വരാൻ സമയത്ത് നമുക്ക് ഈ സാബൂനരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സാബൂനരി നമ്മൾ നേരത്തെ കുതിർത്തിയതിനെ കൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടേ. അത് നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ ഞാനൊരു ക്യാരറ്റിൻ്റെ പകുതി ഭാഗം ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് നമ്മുടെ പാലിൻ്റെ ഒക്കെ ഇത് നോക്കിയിട്ട് മുഴുവനായിട്ട് ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാനൊരു 4 ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തതാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് 4 എണ്ണം, ഈ ഒരു അളവിന് 4 എണ്ണം എടുത്താൽ മതി. അതിനുശേഷം അതിലേക്കിട്ട് പെട്ടെന്ന് തന്നെ അത് നല്ലപോലെ കട്ടയൊന്നും കെട്ടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ചും കൂടെ ഒന്ന് ക്യാരറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് മിൽക്ക് മെയ്ഡ് ആണെങ്കിൽ ഒരു ടിൻ മിൽക്ക് മെയ്ഡ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പഞ്ചസാര തന്നെയാണ് യൂസ് ചെയ്യുന്നത്. രണ്ടും നല്ല പോലെ തിളച്ചിട്ടുണ്ട്. രണ്ടിനും അധികം വേവില്ല. അപ്പോൾ അതാ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1.5 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാരേൻ്റെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടി കൊടുക്കാം, കുറയ്ക്കണമെങ്കിൽ കുറച്ച് കൊടുക്കാം. ഇതൊരു പാക മധുരമായിരുന്നു. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് കൂട്ടി കൊടുക്കാം. പിന്നെ ഷുഗർ പേഷ്യൻസ് അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അധികം മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് അങ്ങ് കുറച്ചാലും കുഴപ്പമില്ല കേട്ടോ. നല്ല പോലെ തിള വരുന്നുണ്ട്. ഇനി വേറെ പരിപാടികളൊന്നുമില്ല. ഒന്ന് നല്ല തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസും നമുക്ക് വറുത്ത് കോരാം. കിസ്മിസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി. ഇതിൽ നമ്മൾ വേറെ ഒന്നും അടയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല. കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. പെട്ടെന്ന് കുട്ടികൾക്ക് ഒരു പായസം വേണം പെട്ടെന്ന് എന്നൊക്കെ പറയുമ്പോൾ നമുക്കങ്ങ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു പായസമാണ് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ നമ്മുടെ ചാനലിലും കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് പറയാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു for watching. Bye.